പോവുക. ആവശ്യമായ വെളിച്ചെണ്ണ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് ഇളക്കണം. ചെറുതായിട്ടൊന്ന് വാടട്ടെ. അതുകൊണ്ട് ഉള്ളിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ചുവന്നുള്ളി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയപ്പോൾ നമ്മൾ വേണ്ട ചൂട് അല്ലെങ്കിൽ നെത്തോലി ഇത് വേണ്ട അതിനകത്തോടിട്ട് ഇടുക. ഇട്ട് അതിനകത്ത് നമ്മൾ ഇച്ചിരി പുളിവെള്ളം, ചെറിയ മീൻ എപ്പോഴും ചെറിയ ഒത്തിരി വേണ്ട, ഇച്ചിരി പുളിവെള്ളം, മീനല്ല അല്ലെങ്കിൽ വേണ്ട, ഇച്ചിരി കറിവേപ്പില, ഉപ്പും അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളവും കൂടെ നമ്മൾ അടച്ച് വെക്കാൻ പോവുക. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം. നമുക്ക് റെഡിയായി വരും. വെള്ളം ഒഴിച്ച വെള്ളമെല്ലാം ചെറുതായിട്ട് പറ്റി ഇനി നമ്മൾ ഈ തീക്കകത്തിട്ട് അരപ്പിടാൻ പോവുക. അരപ്പെന്ന് പറഞ്ഞ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, കുരുമുളക് പൊടി, 2 പച്ചമുളക് നമ്മൾ ചതച്ചിനകത്ത്. ഒരുപാടങ്ങ് അരയണ്ട, ഒന്ന് ചതച്ച് തോരന് ചതയ്ക്കാൻ വേണ്ടി കൂടെ ചതച്ചേക്കണം. എല്ലാം 2-3 മിനിറ്റ് മതി അത് വേവുന്നത്. അതിനകത്തിപ്പോൾ ഇളക്കി പരുവാക്കി എടുത്താൽ മതി. നമ്മൾ എല്ലാം ഇളക്കി യോജിപ്പിക്കുക. നല്ല അടിപൊളി ടേസ്റ്റായി. മുള്ള് ഊരിക്കണം പ്രത്യേകം. മുള്ള് വെക്കരുത്. കുഞ്ഞുങ്ങൾക്കൊന്നും മുള്ള് വെച്ചാൽ കൊടുക്കാനൊക്കത്തില്ല. മുള്ളായിരിക്കും. മുള്ള് ഊരിയെടുത്തേ ചെയ്യാവൂ. അല്ല അങ്ങനെ നമ്മൾ ചൂടത്തോടെ റെഡിയായി വരുന്നത്. നമ്മൾ ആയെന്നറിയാൻ വേണ്ടി നമ്മുടെ ചെക്ക് അടുത്തുള്ള ഒന്ന് ചെണ്ട് നോക്കുമ്പോൾ അതിനകത്തെല്ലാം കറ്റിപ്പിടിച്ച് എല്ലാം ഇളകി ഇങ്ങനെ വരും. അപ്പോൾ ചൂടത്തോടെ റെഡിയായി ഉണ്ടാവും. ചേരുവ എന്തൊക്കെയാണെന്നറിയില്ല. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് ആദ്യം ഇടണം. അതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ മുള്ള് ഊരി വെച്ചിരുന്ന് ചൂട ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നെത്തോലി, പലയിടത്തും പല രീതിയാണ്. നെത്തോലി ഇട്ട് ആവി വെച്ച് വേവിച്ച് ശകലം പുളിവെള്ളവും ശകലം വെള്ളവും ഒഴിച്ച് വെച്ച് അത് വേവിക്കണം. വെന്ത് വരുമ്പോൾ തേങ്ങ, മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, 2 പച്ചമുളക് അരച്ച് ചേർത്ത് വെച്ച് നമ്മുടെ ചൂടത്തോളം റെഡി. അതാണ് എല്ലാവരുടെ കാര്യം പറയാം. എല്ലാവരും ഉപ്പിടണം അതിനകത്ത്. ചൂടത്തോളം റെഡി വേണ്ട.